ഹായ്, ഇന്ന് നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാം അറയിലെ ഒരു പ്രോഗ്രാമാണ്. പ്രൈം നമ്പറിനെ നമ്മൾ 0 ആയിട്ടും നോൺ പ്രൈമിനെ നമ്മൾ 1 ആയിട്ടും മാറ്റണം, ചേഞ്ച് ചെയ്യണം. ആ ഒരു പ്രോഗ്രാമാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ പ്രൈം നമ്പർ എങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ള പ്രോഗ്രാം നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ കാണാം. എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കണ്ടിട്ട് വേണം ഈ ഒരു വീഡിയോ കാണാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ പ്രൈം നമ്പർ കാണുന്നത് എങ്ങനെയാണെന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ ലെങ്ത് കൂടും, അത് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ നിങ്ങൾ മനസ്സിലാവാത്തവർ, അത് പ്രൈം നമ്പർ എന്താണ് അതെങ്ങനെയാ അറിയാത്തവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കാണുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രൈം നമ്പർ എങ്ങനെയാണ് 0 ആക്കുന്നത്, പ്രൈം നമ്പർ ആണെങ്കിൽ അത് 0, മറ്റേത് 1 ആക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു അറയുണ്ട്, ഈ അറയിൽ കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. അപ്പം ഒരു അറയിൽ 1, 12, 14, 13, 15. അപ്പോൾ ഇങ്ങനെ ഒരു അറയുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് റിസൾട്ട് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 11 എന്ന് പറയുന്ന നമ്പർ പ്രൈം ആണെന്ന് അറിയാം. അപ്പോൾ ആ നമ്പർ നമുക്ക് 0, ആ ഒരു പൊസിഷനിൽ ഇവിടെ നമുക്ക് എന്താണ് 0 വരണം. 12 എന്നാണ് ഉള്ളത് നോൺ പ്രൈം ആണ്, അവിടെ 1 വരണം. 14 എന്നുള്ളത് നോൺ പ്രൈം ആണ്, അപ്പോൾ അവിടെ എന്ത് വരണം, അവിടെ 1 വരണം. 13 എന്ന് പറയുന്നത് പ്രൈം ആണ്, അവിടെ 0 വരണം. 15 എന്നുള്ളത് പ്രൈം അല്ല അല്ലെ, നോൺ പ്രൈം ആണ്. അതായത് 15 എന്നുള്ളത് നോൺ പ്രൈം ആവാൻ കാരണം എന്ന് വെച്ചാൽ 15 ഒന്നിലധികം ഫാക്ടേഴ്സ് ഉണ്ട് അല്ലെ, 3 ഉണ്ട്, 5 ഉണ്ട്, അങ്ങനെ ഫാക്ടേഴ്സ് ഒന്നിൽ കൂടുതലുണ്ട്. അതായത് അതുകൊണ്ട് 15 എന്നുള്ളത് എന്താണ് നോൺ പ്രൈം ആണ്, അപ്പോൾ അവിടെയും 1 വരണം. അപ്പം ഇതാണ്, ഇങ്ങനെയാണ് നമുക്ക് റിസൾട്ട് വരേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കോഡ് എഴുതി വെച്ചിരിക്കുന്നത് എഴുതാൻ നിന്നിട്ടുണ്ടെങ്കിൽ, എഴുതി നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് ടൈം ആവും. അതുകൊണ്ടാണ് ഞാനിവിടെ കോഡ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഒന്നും കൂടെ നമുക്ക് മനസ്സിലാവും. എന്നിട്ട് നമുക്ക് ആ കോഡിലൂടെ ഒന്ന് നമുക്ക് ചെയ്തും കൂടെ പോവാം. അപ്പോൾ ആദ്യത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ, എന്നുവെച്ചാൽ മെയിൻ ഫംഗ്ഷൻ എഴുതണം, അത് കഴിഞ്ഞിട്ട് ഡിക്ലെയർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. അപ്പോൾ അതൊക്കെ അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. അപ്പം ഇവിടെ നമുക്ക് ഇത് പറഞ്ഞു ഒരു അറേ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമുക്ക് ഓരോ എലമെന്റും നമുക്ക് ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇത് 11, ഇത് 12, 13, 14, 15 ഇങ്ങനെയാണ് അറയിലെ എലമെന്റ് കിടക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഓരോ എലമെന്റിനെയും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഐ എന്ന് പറയുന്ന ലൂപ്പ്. അത് കഴിഞ്ഞിട്ട് നമുക്കത് പ്രൈം ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അത് ഓരോ പ്രാവശ്യം നമുക്ക് ഓരോ നമ്പർ കൊണ്ടും നമുക്ക് ചെക്ക് ചെയ്യണം. അതായത് 2, 3, 4 അങ്ങനെ ഓരോ നമ്പർ കൊണ്ടും ചെക്ക് ചെയ്യണം. പ്രൈം എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ എന്നുള്ളത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്ര വരെ പോകണം പ്രൈം കണ്ടുപിടിക്കാൻ എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. വെച്ചാൽ ഇപ്പം 11 എന്ന് പറയുന്നതിന്റെ പകുതി വരെ, അതായത് ഒരു 5 വരെയൊക്കെ നമുക്ക് 11 എന്നുള്ള സംഖ്യയുടെ അത് പ്രൈം ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു 5 വരെ നമുക്ക് 5 നമ്പർ കൊണ്ട് വരെ നമുക്ക് എന്താണ് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ അത് പ്രൈം ആണോന്ന്, ആ ഒരു സംഖ്യനെ 5 കൊണ്ട് വരെ നമുക്ക്, അതായത് 11നെ നമുക്ക് 5 കൊണ്ട് വരെ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്താണ് അത് പ്രൈം ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. 11 നമുക്ക് 2 കൊണ്ട് ചെയ്ത് നോക്കിയിട്ട് 0 കിട്ടുന്നുണ്ട് നോക്കാം. അതുപോലെ 3 ഉണ്ട്, അതുപോലെ 11/4, 11/5. ഇതിൽ ഏതെങ്കിലും ഒന്നുകൊണ്ട് നമുക്ക് എന്താണ് 0 കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം എന്താണ് അത് പ്രൈം അല്ലാന്ന് മനസ്സിലാക്കാം. അപ്പൊ പകുതി വരെ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റും എന്താണ് പ്രൈം ആണോ നോൺ പ്രൈം ആണോ, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ലൂപ്പ്, ജെ ലൂപ്പ് എന്ന് പറയുന്നത്. ഓരോ നമ്പർ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലൂപ്പ്. ഇനി നമുക്ക് ഇവിടെ കണ്ടീഷൻ കൊടുത്തിരിക്കുന്നത് ഇഫ് എ ഓഫ് ഐ മോഡ് ജെ ഈക്വൽ ടു 0, അതായത് ജെ ഓരോ പ്രാവശ്യവും നമുക്ക് ജെ ആദ്യം 2 കൊണ്ട് നോക്കണം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ജെ ഇൻക്രിമെന്റ് ആയിട്ട് 3 കൊണ്ട് നോക്കണം, പിന്നെ 4 കൊണ്ട് നോക്കണം, 5 കൊണ്ട് നോക്കണം. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നവരെ നമുക്ക് നോക്കണം. അതിന് വേണ്ടിയിട്ടാണ് അപ്പം ഈ കണ്ടീഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈക്വൽ ടു 0. ഈ 0 ആണെങ്കിൽ എന്താണ്, ഈ ഒരു കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ എ ഓഫ് ഐക്ക് നമ്മൾ എന്താണ് 1നെ അസൈൻ ചെയ്യും. 1 ആണെങ്കിൽ എന്താണ് അത് നോൺ പ്രൈം ആണ്. അപ്പോൾ നോൺ പ്രൈം ആണെങ്കിൽ ബ്രേക്ക് അവിടെ എന്താണ് സ്റ്റോപ്പ് ആവുകയാണ് ചെയ്യുന്നത്. ഇനി എ ഓഫ് ഐ ഈക്വൽ ടു 1 അല്ലെങ്കിൽ നോട്ട് ഈക്വൽ ടു 1 ആണെങ്കിൽ എന്താണ് എ ഓഫ് ഐയിലേക്ക് എന്താണ് 0 അസൈൻ ചെയ്യും. എ ഓഫ് ഐ അപ്പോൾ നോട്ട് ഈക്വൽ ടു 1 ആണെങ്കിൽ എന്താണ് അതിന്റെ മീനിങ് അത് പ്രൈം ആണെന്നാണ്. അപ്പം ആ ഐയുടെ വാല്യൂ ഇതിലേക്ക്, അപ്പം ഇത് പ്രൈം ആണ്, 1 അല്ലാന്നുണ്ടെങ്കിൽ അത് പ്രൈം ആണ്. അപ്പോൾ അതിലേക്ക് ആ ഐയുടെ വാല്യൂയിലേക്ക്, ആ എലമെന്റിലേക്ക് എന്താണ് 0 എന്നുള്ള വാല്യൂ അസൈൻ ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. ഐയുടെ വാല്യൂയിലേക്ക് എന്താണ് അപ്പൊ എ ഓഫ് ഐയിലേക്ക് എന്താണ് 0 അസൈൻ ചെയ്യുക. അപ്പം ഇതാണ് ഇപ്പം എ ഓഫ് ഐ, ഈ ഒരു പൊസിഷൻ ഇത് 0, 1 ഓരോന്നും ചെയ്യും. ആദ്യം ഇതാണെന്ന് വിചാരിക്കാം. അപ്പം ഇതിലേക്ക് എന്ത് ചെയ്യും, ഈ 0 പൊസിഷനിലേക്ക് എ ഓഫ് 0യിലേക്ക് എന്ത് ചെയ്യും, ഈ 0 അസൈൻ ചെയ്യും. അപ്പോൾ ഇവിടെ 0 ആവും. അങ്ങനെ ഓരോ എലമെന്റും ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കും. അതാണ് ഈ ഒരു പ്രോഗ്രാം എഴുതി നോക്കുന്നത്, ഈ ഒരു പ്രോഗ്രാം. അപ്പൊ നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. അപ്പം അവിടെ പറയുന്നത് ഐ ഈക്വൽ ടു 1, ഐ ലെസ് ദാൻ n, ഐ പ്ലസ് പ്ലസ്. അപ്പൊ ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് ഐ 0 എന്നാണ് തുടങ്ങുന്നത്. അതായത് 0, 1, 2, 3, 4. 0 എന്ന് തുടങ്ങുന്നുണ്ട്. 0, 1, 2, 3, 4. ആദ്യത്തെ കേസിൽ ഐ എന്താണ് ഐ 0 ആയി, 0 ലെസ് ദാൻ 5 ആണോ നോക്കും. അപ്പൊ എന്താണ് കണ്ടീഷൻ ശരിയാണ്. താഴെ വരും. താഴെ എന്താണ് ജെ എന്ന് പറയുന്നത് 2 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2 ലെസ് ദാൻ ഈക്വൽ ടു എ മോഡ് ലെസ് ദാൻ ഈക്വൽ ടു എ ഓഫ് 5/2 നോക്കും. എ ഓഫ് 5/2 എന്ന് പറയുമ്പോൾ 11/2 എന്ന് പറയുമ്പോൾ 11/2 എന്ന് പറയുമ്പോൾ എത്ര വരും, 5 പോയിന്റ് വരും. അപ്പോൾ ഒരു 5 വരെയൊക്കെ നോക്കും.
അപ്പൊ എന്താണ് കണ്ടീഷൻ ശരിയാണ്. 2 ലെസ് ദാൻ ഈക്വൽ ടു 5 ആ ഒരു കണ്ടീഷൻ ഓക്കെയാണ്. അപ്പൊ എന്താണ് താഴത്തേക്ക് വരും. ഇഫ് എ ഓഫ് ഐ മോഡ് ജെ, എ ഓഫ് ഐ ഇപ്പൊ എത്രയാണ്? എ ഓഫ് ഐ എന്ന് പറയുന്നത് 0 എ ഓഫ് ഐ എന്ന് പറയുന്നത് എന്താണ് 11 ആണ്. 11 മോഡ് 2 ഈക്വൽ ടു 0 ആണെന്ന് ചെക്ക് ചെയ്യും. അപ്പൊ എന്താണ് ഇത് ശരിയാണോ? അല്ല, ഇത് ശരിയാണെങ്കിൽ എന്താണ് 1ലേക്ക് എ ഓഫ് ഐക്ക് 1 അസൈൻ ചെയ്യും, ഇവിടെ വെച്ച് നിൽക്കും. ഇത് ഓക്കെ അല്ലാത്തതുകൊണ്ട് ഈ ഒരു കണ്ടീഷൻ വരും. എന്താണ് ഇഫ് എ ഓഫ് ഐ ഓരോന്നും ചെക്ക് ചെയ്യണം അല്ലേ. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ അല്ല. അപ്പോൾ എന്താണ് ജെ ഇൻക്രിമെന്റ് ചെയ്യും. അപ്പോൾ എ ഓഫ് ഐ മോഡ് ജെ ഈക്വൽ ടു 0 ആണോ നോക്കും. 2 കൊണ്ട് നോക്കുമ്പോൾ അല്ല. അപ്പം വീണ്ടും ജെ ഇൻക്രിമെന്റ് ആവണം ചെയ്യണം കേട്ടോ. അപ്പോൾ ജെ ഇൻക്രിമെന്റ് ആവും. ജെ ഇൻക്രിമെന്റ് ഈ ഒരു കണ്ടീഷൻ ഓക്കെ ആവുന്നവരെ, ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നവരെ ജെ ഇൻക്രിമെന്റ് ആയിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ജെ ഇൻക്രിമെന്റ് ആവും. 11 എന്താണ് 3 ആവും. അപ്പോഴും എന്താണ് 0 ആവും നോക്കും. അപ്പോഴും എന്താണ് 0 അല്ല അല്ലേ. അപ്പോൾ വീണ്ടും ജെ ഇൻക്രിമെന്റ് ആവും. അപ്പോൾ ജെ എന്താണ് 4 ആവും. അപ്പോഴും 0 ആവില്ല. വീണ്ടും ജെ ഇൻക്രിമെന്റ് ആവും. അപ്പൊ എന്താണ് അല്ല. വീണ്ടും നോക്കുമ്പോൾ എന്താണ് കണ്ടീഷൻ ഇവിടെ ഓക്കെ അല്ല. അപ്പൊ എന്ത് ചെയ്യും? ഇങ്ങോട്ട് വരും. അപ്പോൾ ഇവിടേക്ക് വരും. എന്താണ് ഇഫ് എ ഓഫ് ഇതിവിടെ നോക്കും. ഈ ഒരു കണ്ടീഷൻ ഓക്കെ ആവുന്നവരെ വരും. എന്നിട്ട് എന്ത് ചെയ്യും? ഇവിടേക്ക് വരും. ഇഫ് എ ഓഫ് ഐ നോട്ട് ഈക്വൽ ടു 1 ആണ്. അപ്പം ഇത് എ ഓഫ് ഐ ഈക്വൽ ടു 1 അല്ല. അപ്പൊ എന്ത് ചെയ്യും? ഇവിടേക്ക് വരും. ഇഫ് എ ഓഫ് ഐ നോട്ട് ഈക്വൽ ടു 1 ആണെങ്കിൽ എന്താണ് ഇവിടെ കണ്ടീഷൻ? എ ഓഫ് ഐക്ക് 0 അസൈൻ ചെയ്യും. എ ഓഫ് ഐക്ക് 0 അസൈൻ ചെയ്യും. അതായത് ഈ 11 സ്ഥാനത്തേക്ക് 0 ആവും. വീണ്ടും എന്ത് ചെയ്യും? ഐ ഇൻക്രിമെന്റ് ആവും. ഐ ഇൻക്രിമെന്റ് ആയിട്ട് ഇപ്പം ഐ എന്താണ്? ഇതാണ്, ഇവിടെയാണ്. അപ്പം 12 ഐ 12 ആയി. അപ്പോൾ ഐ 12 ആയി. 1 ലെസ് ദാൻ ഈക്വൽ ടു 5 ആണ് നോക്കും. അപ്പോൾ ഈ കണ്ടീഷൻ ഓക്കെ ആണ്. താഴേക്ക് വരും. ജെ 2 ആവും. 2 ലെസ് ദാൻ ഈക്വൽ ടു എ ഓഫ് ഐ 12/2, അതായത് 6 വരെ. 12/2 എന്ന് പറയുമ്പോൾ 6 അല്ലേ. അപ്പോൾ ഈ കണ്ടീഷൻ ഓക്കെ ആണ്. ഇവിടേക്ക് വരും. എ ഓഫ് ഐ മോഡ് ജെ ഈക്വൽ ടു 0 ആണ് നോക്കും. അതായത് എ ഓഫ് ഐ എന്ന് പറയുന്നത് ഇപ്പം 12 ആണ്. 12 മോഡ് 2 ഈക്വൽ ടു 0 ആണ് നോക്കുമ്പോൾ എന്താണ് ഈ കണ്ടീഷൻ ഓക്കെ ആണ് അല്ലേ. 12നെ 2 കൊണ്ട് ചെയ്യുമ്പോൾ 6 നമുക്ക് 0 കിട്ടുന്നുണ്ട്. അപ്പോൾ എന്താണ് എ ഓഫ് ഐക്ക് 1നെ അസൈൻ ചെയ്യും. എ ഓഫ് ഐക്ക് 1നെ അസൈൻ ചെയ്യും. എന്താണ് ബ്രേക്ക്, അവിടെ വെച്ചിട്ട് ബ്രേക്ക് ആവും. അപ്പോൾ എന്താണ് ഇവിടെ 1 ആയി, അവിടെ വെച്ച് ബ്രേക്ക് ആയി. വീണ്ടും എന്താണ് ഐ ഇൻക്രിമെന്റ് ചെയ്യും. ഐ ഇൻക്രിമെന്റ് ചെയ്തിട്ട് അടുത്ത എന്താണ് 2 ആയി. അടുത്തത് ഇവിടെ 2 ലെസ് ദാൻ ഈക്വൽ ടു 5 ആണ് നോക്കും. 2 ലെസ് ദാൻ ഈക്വൽ ടു 5 ആണ് നോക്കും. അപ്പോൾ എന്താണ് കണ്ടീഷൻ ഓക്കെയാണ്. 2 ലെസ് ദാൻ ഈക്വൽ ടു 5 താഴെ വരും. ജെ 2 ആവും. ഇവിടെ ഈ കണ്ടീഷൻ നോക്കും. ഇഫ് എ ഓഫ് ഐ മോഡ് ജെ ഈക്വൽ ടു 0 ആണ് നോക്കും. എ ഓഫ് ഐ മോഡ് ജെ എന്ന് പറയുമ്പോൾ 13 ഈക്വൽ ടു 0 ആണോ നോക്കുമ്പോൾ എന്താണ് 0 അല്ല. അപ്പോൾ എന്താണ് ജെ ഇൻക്രിമെന്റ് ആവും. ജെ ഇൻക്രിമെന്റ് ആവുമ്പോൾ ജെ 3 ആവും. അപ്പോൾ 3 ലെസ് ദാൻ ഈക്വൽ ടു ഈ കണ്ടീഷൻ നോക്കും. അപ്പോൾ എന്താണ് ഈ കണ്ടീഷൻ ഓക്കെയാണ്. വീണ്ടും ഇവിടെ വരും. 0 ആണ് നോക്കും. അപ്പോൾ എന്താണ് ഇത് ഓക്കെ അല്ല. വീണ്ടും ജെ ഇൻക്രിമെന്റ് ആവും. ജെ ഇൻക്രിമെന്റ് ആയിട്ട് ജെ ഇപ്പം എന്താണ് 4 ആവും. 4 ആകുമ്പോൾ 4 ലെസ് ദാൻ ഈക്വൽ ടു ഇവിടെ 13ന്റെ പകുതി എന്ന് പറയുമ്പോൾ 6 വരെയൊക്കെ പോകുമ്പം എന്താണ് 4 ലെസ് ദാൻ ഈക്വൽ ടു 6. 4 ലെസ് ദാൻ ഈക്വൽ ടു 6 ആണ് നോക്കുമ്പോൾ ഓക്കെ ആണ് അല്ലേ. അപ്പം എന്താണ് 13 നോക്കും. അപ്പോൾ അതും എന്താണ് നോട്ട് ഈക്വൽ ടു 0 ആണ്. അതേപോലെ 5നെ നോക്കും. ഇൻക്രിമെന്റ് ആയിട്ട് 5നെ നോക്കും. അപ്പോഴും 0. വീണ്ടും ജെ ഇൻക്രിമെന്റ് ആവും. 6നെ നോക്കും. അപ്പോഴും എന്താണ് 0 കിട്ടുന്നില്ല. അപ്പോഴെന്ത് ചെയ്യും? നേരെ ഇവിടേക്ക് വരും. ഇഫ് എ ഓഫ് ഐ നോട്ട് ഈക്വൽ ടു 1, എ ഓഫ് ഐ നോട്ട് ഈക്വൽ ടു 1 ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? എ ഓഫ് ഐ ഈക്വൽ ടു 0, എ ഓഫ് ഐക്ക് എന്താണ് 0 അസൈൻ ചെയ്യണം. അപ്പോൾ എന്താണ് ഈ എ ഓഫ് ഐ ഇപ്പം എന്താണ് ഇതാണ് അല്ലേ. എ ഓഫ് ഐക്ക് 13ലേക്ക് എന്താണ് 0 വരും. ഇവിടെ 0 വരും. അങ്ങനെ അടുത്തതും ചെക്ക് ചെയ്യും. വീണ്ടും ഐ ഇൻക്രിമെന്റ് ചെയ്യും. ഐ പ്ലസ് പ്ലസ് അതായത് 14 ചെക്ക് ചെയ്യും. 14 ചെക്ക് ചെയ്യുമ്പോൾ ജെ ഈക്വൽ ടു 2. ജെ ഈക്വൽ ടു 2. അപ്പം 2 ലെസ് ദാൻ ഈക്വൽ ടു എ, അത് 14ന്റെ പകുതി എന്ന് പറയുമ്പോൾ 7. കണ്ടീഷൻ ഓക്കെ ആണ്. ഇഫ് എ ഓഫ് ഐ മോഡ് ജെ, അതായത് എന്താണ് എ ഓഫ് ഐ എന്ന് പറയുന്നത് 14 ആണ്. 14 മോഡ് ജെ എന്ന് പറയുന്നത് ഇപ്പം 2 ആണ് അല്ലേ. 2 ഈക്വൽ ടു 0 ആണ് നോക്കുമ്പോൾ എന്താണ് 0 ആണ്. അപ്പോൾ എന്തായാലും താഴേക്ക് വരും. ഈ കണ്ടീഷൻ ഓക്കെ ആയതുകൊണ്ട് താഴേക്ക് വരും. എ ഓഫ് ഐക്ക് എന്താണ് 1 അസൈൻ ചെയ്യും. ബ്രേക്ക് ആവും. അവിടെ ബ്രേക്ക് ആയി 1 അസൈൻ ചെയ്യും. അപ്പോൾ എന്താണ് 14ന്റെ 1 ആയി.
വീണ്ടും ഐ ഇൻക്രിമെന്റ് ചെയ്തിട്ട് y എത്രയാണ് 15 ആണ്. i 15 ആയി. വീണ്ടും j2 ആയി. കണ്ടീഷൻ ചെക്ക് ചെയ്തു. ഇത് ചെക്ക് ചെയ്യും. അപ്പൊ എന്താണ് ഇത് ചെക്ക് ചെയ്യുമ്പോൾ 15 മോഡ് j ഈക്വൽ ടു 0 ആണ് നോക്കുമ്പോൾ എന്താണ് 2 കൊണ്ട് 15 ചെയ്യുമ്പോൾ എന്താണ് 0 കിട്ടൂല അല്ലെ. വീണ്ടും j ഇൻക്രിമെന്റ് ചെയ്യും. 3 കൊണ്ട് ചെയ്യുമ്പോഴും വീണ്ടും എന്താണ് 0 കിട്ടൂല. അങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് ചെയ്യും. എത്ര കൊണ്ട് ചെയ്ത് 2 കൊണ്ട് ചെയ്യുമ്പോൾ കിട്ടൂല. 3 കൊണ്ട് ചെയ്യുമ്പോൾ എന്താണ് 0 കിട്ടും അല്ലെ. 3 കൊണ്ട് ചെയ്യുമ്പോൾ a of i മോഡ് j 3 കൊണ്ട് ചെയ്യുമ്പോൾ j ഇൻക്രിമെന്റ് ചെയ്തിട്ട് 3 കൊണ്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക് 0 കിട്ടും. അപ്പൊ എന്ത് ചെയ്യും അവിടെ വെച്ചിട്ട് ബ്രേക്ക് ആവും. അത് നോക്കാം. അപ്പം ആദ്യത്തത് ഇപ്പൊ 15 ആണ് നോക്കുന്നത്. ഐ ഇപ്പം 15 ആയി. ഐ 15 ആയി. 15ന്റെ പകുതി എന്ന് പറയുമ്പോൾ ഒരു 7. അപ്പം 2 ലെസ് ദാൻ ഈക്വൽ ടു 7 കണ്ടീഷൻ നോക്കും. അപ്പം ശരിയാണ്. വന്നിട്ട് എന്താണ് 15 മോഡ് 2 ഈക്വൽ ടു 0 ആണ് നോക്കും. അപ്പൊ എന്താണ് നോട്ട് ഈക്വൽ ടു 0 ആണ്. വീണ്ടും j ഇൻക്രിമെന്റ് ആവും. എന്താണ് 3 ആവും. 3 ലെസ് ദാൻ ഈക്വൽ ടു 7 ആണോ നോക്കും. 3 ലെസ് ദാൻ ഈക്വൽ ടു 7 ആണോ നോക്കുമ്പോൾ കണ്ടീഷൻ ഓക്കെ ആണ്. അപ്പൊ എന്താണ് 15 മോഡ് 3 ആണോ നോക്കും. 15 മോഡ് 3 ഈക്വൽ ടു 0 ആണോ നോക്കുമ്പോൾ എന്താണ് ഇവിടെ നമുക്ക് 0 കിട്ടും അല്ലെ. ഇവിടെ നമുക്ക് 0 കിട്ടുമ്പോൾ എന്ത് ചെയ്യും a of i മോഡ് j ഈക്വൽ ടു 0 ആണെങ്കിൽ താഴേക്ക് വന്നിട്ട് a of iലേക്ക് 1 അസൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ് ഈ 15 കിടക്കുന്നിടത്ത് എന്താണ് 1 അസൈൻ ചെയ്യും. എന്നിട്ട് എന്താണ് ബ്രേക്ക് അവിടെ വെച്ചിട്ട് ബ്രേക്ക് ആവും, സ്റ്റോപ്പ് ആവും. അതാണ് പ്രോഗ്രാം. അപ്പൊ അതിൽ അങ്ങനെ ഇനി നമുക്ക് ഇതിനെ പ്രിന്റ് ചെയ്യണം. പ്രിന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ വീണ്ടും ഒരു ഫോർ ലൂപ്പ് എഴുതണം. ഫോർ i ഈക്വൽ ടു 0, i ലെസ് ദാൻ n, i പ്ലസ് പ്ലസ്. ഇനി ഇത് പ്രിന്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം ഒരു ഫോർ ലൂപ്പ് കൊടുക്കുക. പിന്നെ എന്താണ് പ്രിന്റ് എഫ് കൊടുത്തിട്ട് %d അറേ a of i എന്ന് കൊടുക്കാം. സെമിക്കോളൻ കൊടുക്കാം. റിട്ടേൺ 0 കൊടുക്കാം. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഇത്രേ ഉള്ളൂ പ്രോഗ്രാം. ബാക്കിയൊക്കെ എന്താണ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യേണ്ടതൊക്കെ ക്ലോസ് ചെയ്യാം. അപ്പൊ ഈ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു പ്രോഗ്രാമായിട്ട് കാണാം. ബൈ.